നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ പോലെ ഒരു വലിയ ദുർഭൂതം കൺമുൻപിൽ ഇരിക്കുമ്പോൾ പരശുരാമന്റെ മഴു പോരാ പുതിയ കേരളം സൃഷ്ടിക്കാൻ. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ് പിണറായി വിജയന്റെ അഴിമതി കൂമ്പാരം കണ്ട് തപിക്കുന്നുണ്ടോ? എന്നിട്ടിറങ്ങൂ ആഴത്തിൽ തെറ്റുതിരുത്താൻ. പോരായ്മ കണ്ടെത്തി തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടെയുള്ളവരെല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു, പോരായ്മ നിങ്ങൾ തന്നെയാണ്. തിരുത്താൻ തയ്യാറെന്ന് പറയുമ്പോൾ രാജിവെക്കാൻ തയ്യാറാണോ തമ്പുരാൻ? എവിടുന്ന്? അത് നമ്മളാരും സ്വപ്നം പോലും കാണരുത്. ഇതിലും നാറി നാണം കെട്ട് നിന്നിട്ടും രാജിവെച്ചിട്ടില്ല. പിന്നെയല്ലേ ഇനി ഇപ്പോൾ ആ പോരായ്മ ഗോവിന്ദനാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ ആ കസേരയിൽ നിന്ന് അങ്ങ് തെറിപ്പിക്കും. അതെന്തോ ആകട്ടെ, സംഭവം അതല്ല. പിണറായിക്കെതിരെ മുറവിളി ശക്തമാകുകയാണ്. പാർട്ടിക്കുള്ളിൽ പട രൂക്ഷമാകുന്നു. പിണറായിസവും തൈക്കണ്ടിയിൽ മേൽക്കോയ്മയും ഇനി വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. പാർട്ടിയിലെ ഒരു കൂട്ടം മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തുന്നു. CPM-ൽ പിണറായിക്കെതിരെ എതിർ ശബ്ദം ശക്തമാകുന്നു. പിണറായി അല്ല, പാർട്ടിയാണ് വലുത്, അതിലേക്ക് തന്നെ എത്തണം. കണ്ണൂർ CPM-ൽ പിണറായിക്കെതിരെ പൊട്ടിത്തെറി. അതിന്റെ ആദ്യ വെടി പൊട്ടിച്ചത് MV ജയരാജൻ. കണ്ണൂരിലെ ഇടതു കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ ഉൾപ്പെടെ BJPക്ക് വോട്ട് കൂടിയെന്ന് ജയരാജൻ പച്ചയ്ക്ക് പറഞ്ഞു. വിരിഞ്ഞതാണോ വിരിയിച്ചതാണോ എന്ന് സംശയം ഉടലെടുക്കുന്നു. തിരുത്തുമെന്ന പിണറായി വിജയന്റെ പ്രസ്താവന വലിയ ട്രോളിനാണ് വഴിവെച്ചിരിക്കുന്നത്. റിയാസും പിണറായിയും രാജിവെച്ചാൽ അതാണ് ഏറ്റവും വലിയ തെറ്റുതിരുത്തലെന്നാണ് മറുപടി വരുന്നത്. എന്തു തിരുത്തൽ വരുത്താമെന്നാണ് CPM നേതൃത്വം കരുതുന്നത്? ആര് തിരുത്തും? എവിടെ തിരുത്തും? തീവണ്ടിക്കൂലിയും ബസ് നിരക്കും ഉയരുമ്പോൾ ജനരോഷം ഉണ്ടാകാറുണ്ട്. ഏതാനും ദിവസം കഴിയുമ്പോൾ ആ രോഷം ശമിക്കാറുമുണ്ട്. ഉയർന്ന നിരക്ക് കൊടുത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ ജനം ഓർക്കാറില്ല. അതുമായി സമരസപ്പെടുകയാണ് പതിവ്. അത്രയേ ഉള്ളൂ തെറ്റുതിരുത്തുമെന്ന നാട്യത്തിനും. അത് മനുഷ്യ സഹജമായ പ്രതിഭാസമാണ്. AKG സെന്ററിൽ ഒറ്റ കാറ് മാത്രം ഉണ്ടായിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. MA ബേബിയുടെ കാലത്തിലേക്ക് കടന്നപ്പോഴാണ് ബൂർഷ്വാസിയുടെ എല്ലാ അപജയങ്ങളും പാർട്ടിയിലേക്ക് കടത്തിവിട്ടത്. അതിനൊത്താശ ചെയ്തത് VS ആയിരുന്നു. അവസാനം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. ആരേത് പദവിയിൽ എത്തണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ബേബി ആയിരുന്നു. അതിൽ ചില മിടുക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല. VS-ഉം SRPയും ചേർന്ന് ലിസ്റ്റ് ഉണ്ടാക്കി ശിങ്കിടികളെ മുകളിലേക്ക് കയറ്റിവിടും. അന്നൊന്നും പിണറായി വിജയൻ അധികാരചക്രത്തിന്റെ 4 അയലത്തുണ്ടായിട്ടില്ല. ഇവരുടെ എല്ലാം ചുണ്ടിൽ മധുരം തേച്ചു പിടിപ്പിച്ചത് ബേബി ആയിരുന്നു. അതിലെ ഒരു ധൂമകേതുവായിരുന്നു ജോൺ ബ്രിട്ടാസ് എന്ന് പൊട്ടിത്തെറിച്ച് ശക്തിധരൻ. ബംഗാളിലെ പോലെ ഈ കരിന്തിരി ഇവിടെയും കെട്ടുപോകുകയല്ലാതെ ഉയർത്തെഴുന്നേൽക്കാൻ എളുപ്പമല്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ചെയർമാൻ മാവോ പ്രഖ്യാപിച്ചതുപോലെ പാർട്ടി ആസ്ഥാനം ബോംബ് വെച്ച് തകർക്കണം. AKG സെന്ററിലും കരുവന്നൂരുകളിലും കടലിനക്കരയും എവിടെയൊക്കെ നിക്ഷേപങ്ങളുടെ രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്നറിയുന്നവർ ഉണ്ട്. ഓരോ പൗരന്റെയും വരവും ചെലവും തമ്മിലുള്ള അന്തരം പോലെ തന്നെയാണിതും. ഓരോ വർധനയുമായും ക്രമേണ പൊരുത്തപ്പെട്ടോളും. ഇന്നലെ വരെ വാങ്ങിയ കുടുംബശ്രീയിലെ ഉച്ചഭക്ഷണത്തിന് 30 രൂപയായിരുന്നു വില. ഇന്നലെ ചെല്ലുമ്പോൾ 35 രൂപയായി. ആ വർധനവ് കൊടുക്കാൻ മടിച്ച് ആയുർവേദ കോളേജ് ക്യാൻറ്റീനിലെ ഭക്ഷണം വാങ്ങാമെന്ന് കരുതി 1/2 കിലോമീറ്ററോളം നടന്ന് അവിടെ എത്തിയപ്പോൾ അവിടെയും വില കൂടിയിരിക്കുന്നു. ഞെട്ടിപ്പോയി. ആദ്യ സ്ഥലത്തെ 5 രൂപ വർധനവ് താങ്ങാവുന്നതല്ലല്ലോ എന്ന പിശുക്കുകൊണ്ടാണ് ഈ അബദ്ധം സംഭവിച്ചത്. 1 വർഷം മുൻപ് ചായക്ക് 7 രൂപ മാത്രമുള്ള ഒരു കട തമ്പാനൂരിൽ കണ്ടെത്തിയിരുന്നു. പൊടുന്നനെ ഒരു ദിവസം 10 രൂപയുടെ ബോർഡ് കണ്ടു. അതോടെ വൈകിട്ടത്തെ ദിവസേനയുള്ള ചായ കൂടി പലപ്പോഴും നിർത്തി. ഇത് മനുഷ്യ പ്രകൃതമാണ്. മാറുന്ന സാഹചര്യവുമായി ഏറെ പേരും വേഗം സമരസപ്പെടും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വിധി തീക്കടലിൽപ്പെട്ട അനുഭവമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ ഒന്നും രോഷത്തിന്റെ നിഴൽ പോലും ഉണ്ടാകില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അപഭ്രംശങ്ങൾക്കിരയാകുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തേണ്ട രീതിയിൽ തിരുത്തുകയാണെങ്കിൽ തീർച്ചയായും ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുന്നിൽ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതെല്ലാം ദശാബ്ദങ്ങൾ മുൻപാണ്. ഇന്നത് നടക്കില്ല. ഇത് മുതലാളിത്ത സമൂഹമാണ്. കെട്ടാൽ കെട്ടത് തന്നെ. അതുകൊണ്ടാണ് ഭൂമുഖത്ത് കമ്മ്യൂണിസം തിരോഭവിച്ച ഒരിടത്തും അതിന് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാത്തത്. ചിലർ കരുതുന്നുണ്ടാകും ഒരു മന്ത്രി K രാധാകൃഷ്ണന്റെ സ്ഥാനത്ത് അതുപോലെ 1 ഡസൻ ഉണ്ടെങ്കിൽ പാർട്ടി ഉയർത്തെഴുന്നേൽക്കില്ലേ എന്ന്. വിഡ്ഢിത്തമാണ്, പമ്പര വിഡ്ഢിത്തം.
പാർട്ടിയുടെ അച്ചുതണ്ട് മനസ്സിലാകാത്തത് കൊണ്ടാണത്. 5 ദിവസമല്ല 50 ദിവസം കമ്മിറ്റി ചേർന്നാലും ഇതിന് ചികിത്സയില്ല. വിഷജീവികളെ പിഴുതെറിയാൻ കഴിയുമോ? അതേയുള്ളൂ പരിഹാരം. ഇവനൊക്കെ എന്ത് പാരമ്പര്യമാണ് പാർട്ടിയിലുള്ളത്? കോടികൾ രഹസ്യ സങ്കേതത്തിൽ ഒളിപ്പിച്ചു വെച്ചും അച്ചിമാർക്ക് ദശലക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന ലാവണങ്ങൾ തരപ്പെടുത്തിയും വാഴുകയല്ലേ? പിണറായി വിജയനെ പോലെ ഒരു വലിയ ദുർഭൂതം കൺമുൻപിലിരിക്കുമ്പോൾ പരശുരാമന്റെ മഴു പോരാ പുതിയ കേരളം സൃഷ്ടിക്കാൻ. എന്തൊക്കെ സ്തുതിഗീതങ്ങളാണ് ഈ എംബോക്കികൾ മത്സരിച്ചുരുവിട്ടത്. കൈതോലപ്പായയിൽ കെട്ടി നോട്ടുകെട്ടുകൾ തലസ്ഥാനത്ത് എത്തിച്ചേക്കൂ എന്ന് ആജ്ഞാപിച്ച് വണ്ടി കയറുമ്പോൾ ഇതിന്റെ കണക്ക് പുസ്തകം ആരും എവിടെയും സൂക്ഷിക്കുന്നില്ലല്ലോ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അതിനെതിരെ ഞാൻ ശബ്ദിച്ചത്. പിണറായി വിജയന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാവില്ല എന്നെനിക്കറിയാം. അന്ന് ആ കോടികൾ കൊണ്ടുപോകാൻ കാട്ടിയ വെപ്രാളം ഓർക്കുമ്പോൾ ഈ മഹാവിധി ഒരു കാവ്യനീതിയാണെന്ന് പറയേണ്ടി വരും. അന്ന് ആ പണം മുഴുവൻ കെട്ടുകളായി വാരിക്കൂട്ടിയ AKGയുടെ അനുജൻ ആയില്യത്ത് കുറ്റ്യേരി രാഘവൻ നമ്പ്യാരുടെ മൂത്ത മകൻ കെ വേണുഗോപാലിന്റെ സേവനം എങ്ങനെ മറക്കാനാകും? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ് പിണറായി വിജയന്റെ അഴിമതി കൂമ്പാരം കണ്ട് തപിക്കുന്നുണ്ടോ? എന്നിട്ടിറങ്ങൂ ആഴത്തിൽ തെറ്റുതിരുത്താൻ. സത്യത്തിൽ 5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടിയെടുത്താൽ മതി എന്നല്ലേ? അതോ പാർട്ടിയെ ശുദ്ധീകരിക്കണമെന്നാണോ? ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്.